പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായാണ് അയാൾ മത്സ്യം വിൽക്കാൻ ചന്തയിൽ വരുന്നത്. ഒരു കൊട്ട മത്സ്യവുമായി തിരക്കുള്ള ഒരു സ്ഥലത്തു ചെന്നിരുന്നു. തൻ്റെ അടുത്തുള്ള ചുമരിൽ ഒരു പലക തൂക്കി അതിൽ "ഇവിടെ പുതിയ മീൻ വിൽക്കപ്പെടും" എന്നെഴുതി വച്ചു. എഴുതിയത് ശരിയായോ എന്ന് നോക്കാൻ ഒരിക്കൽ കൂടി വായിച്ചു നോക്കി. പെട്ടെന്ന് ഉള്ളിൽ തോന്നി, പുതിയ മീനല്ലാതെ ആരെങ്കിലും പഴയ മീൻ വിൽക്കുമോ? പുതിയ എന്ന പദം അയാൾ പലകയിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. വീണ്ടും വായിച്ചു നോക്കി, "ഇവിടെ മീൻ വിൽക്കപ്പെടും." അപ്പോൾ തോന്നി, ആരെങ്കിലും മീൻ ദാനം ചെയ്യാൻ ചന്തയിൽ വരുമോ? വിൽക്കാനല്ലേ വരൂ. വിൽക്കപ്പെടും എന്ന പദവും അയാൾ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ പലകയിൽ മീൻ എന്നു മാത്രമായി. അയാൾക്കു ചിരി വന്നു. കൊട്ടയിൽ മീൻ കണ്ടാൽ അറിഞ്ഞുകൂടെ ഇത് മീനാണെന്ന്? പിന്നെ എന്തിനത് എഴുതി വെക്കണം? അയാൾ അതും മായ്ച്ചു, ബോർഡ് കാലിയാക്കി. നമ്മുടെ പല പ്രശ്നങ്ങളും മീൻ കച്ചവടക്കാരന്റെ പലകയിലെ അക്ഷരങ്ങൾ പോലെയാണ്. നാം ശരിയായ വിധത്തിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ പഠിച്ചാൽ പലകയിലെ അക്ഷരങ്ങളെപ്പോലെ നമ്മുടെ പ്രശ്നങ്ങളും കുറേശ്ശെയായി ഇല്ലാതാകും. ഫിലോസഫി എന്ന പദത്തിന് തത്വശാസ്ത്രം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ ഇതിനെ ദർശനം എന്ന് പറയുന്നു. കാണൽ എന്നർത്ഥം. കാണാൻ എന്തൊക്കെ വേണം? കണ്ണുണ്ടായാൽ മാത്രം മതിയോ? പോരാ, കാണുന്നു എന്ന ബോധവും വേണം. ഈ ബോധമുണ്ടെങ്കിലേ വസ്തുക്കൾ, മനുഷ്യർ, ഈ നാം, ഈ മൂന്നിനെയും എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എത്ര വീട് കെട്ടിയിട്ടുണ്ട്, അതിനെന്തു വിലമതിക്കും? ഏത് കാറാണ് വാങ്ങിയത്, ഏതു വർഷത്തെ, ഏതു മോഡലാണ് എന്നൊക്കെയാണ് വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, വസ്തുക്കളെല്ലാം ഉപകരണങ്ങളുമാണ്. അതുകൊണ്ട് വസ്തുക്കളെ ഗണിത രീതിയിൽ കാണണം, ഉപകരണങ്ങൾ എന്ന നിലയിൽ കാണണം, പ്രയോജനപ്പെടുത്തണം. ഇനി മനുഷ്യരെ എങ്ങനെ കാണണം എന്ന് നോക്കാം. വസ്തുക്കളെ കാണുന്ന അതേ രീതിയിൽ, അതേ അളവുകോൽ വെച്ച് മനുഷ്യരെ കാണരുത്. സ്നേഹമുള്ള പിതാവ്, വാത്സല്യമയിയായ മാതാവ്, സ്നേഹമയിയായ സഹോദരി, നന്ദിയുള്ള സുഹൃത്ത്, സ്നേഹബന്ധമാണ് ഇവിടെ അളവുകൾ. എന്നാൽ നാം സാധാരണ എന്തു ചെയ്യുന്നു? ഉപകരണമായി കണ്ട് പ്രയോജനപ്പെടുത്തേണ്ട വീട്, കാറ്, TV മുതലായ വസ്തുക്കളിൽ ബന്ധങ്ങളെക്കാൾ വികാരപരമായ ബന്ധം വയ്ക്കുന്നു. സ്നേഹിക്കേണ്ട മാതാപിതാക്കളെ, കുട്ടികളെ, സഹോദരി സഹോദരന്മാരെയെല്ലാം നാം നമുക്ക് വേണ്ടതെല്ലാം നിറവേറ്റിത്തരാനുള്ള ഉപകരണങ്ങൾ പോലെ കാണുന്നു. വസ്തുക്കളെ ഗണിത രീതിയിൽ കാണണം, മനുഷ്യരെ സ്നേഹത്തോടെ നോക്കണം. ശരി, നമ്മളെ നാം തന്നെ ഉള്ളിലേക്ക് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഇതിനാദ്യം അറിയേണ്ടത് നാം എന്ന് പറയുന്ന നമ്മുടെ ശരീരം എന്ത് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ 3 ശരീരങ്ങളുണ്ട്. ഒന്നാമത് സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം, അതായത് നമ്മുടെ അറിവ്, ചിന്ത, വിചാരങ്ങൾ മുതലായവ ഉൾപ്പെട്ട നാം. മൂന്നാമത്തെ ശരീരം കാരണശരീരം. സംസ്കൃതത്തിൽ ഇതിന് സാക്ഷി എന്ന് പറയുന്നു. നോക്കൂ, നാം ഇപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്കാവശ്യം കാഴ്ചയാണ്, കാണാൻ ആവശ്യം ബോധവും. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം ശ്മശാനമാണ്. അതായത് മരണശേഷം ശവങ്ങൾക്കു മാത്രമേ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കൂ. മനുഷ്യർക്കെല്ലാം തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളേ ഇല്ലാത്ത ജീവിതത്തിന് യാതൊരു രസവും ഉണ്ടാവില്ല. വഴുതി വീഴുക, മുറിവ് പറ്റുക, വേദന കൊണ്ട് പിടയുക, ആ വേദനയും സഹിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് കുതിക്കുക. വിജയം കരഗതമാവുമെന്ന ഘട്ടത്തിൽ എതിരാളി അത് തട്ടിയെടുക്കുക. ഇതൊക്കെ ജീവിതത്തിൽ മാത്രമല്ല, പന്തുകളിയിലും പതിവാണല്ലോ.
പന്തുകളിക്കാരൻ തന്നെ നേരിടുന്ന ഓരോ പ്രശ്നവും ഓരോ ചോദ്യചിഹ്നങ്ങളായി കാണുന്നു. കളിക്കുമ്പോൾ ഗോളടിക്കാൻ പോകുന്നു. ഗോൾ കീപ്പർ അടക്കം ആരും പന്ത് തടുത്തില്ലെങ്കിൽ പിന്നെ ആ കളിയിൽ എന്ത് രസമാണുള്ളത്? കളിക്കാരനും കളി കാണുന്നവർക്കും ഉത്സാഹമുണ്ടാവില്ല. ഇത്തരം അസ്വാരസ്യമായ കളി കാണാൻ ആരെങ്കിലും വരുമോ? എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.